ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലെൻഡറിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതിൽ പാർട്ടിക്കിൾ എന്നൊരു പാഠഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു പർട്ടിക്കുലർ ക്യൂബ് നമുക്ക് അങ്ങ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് എ ഉപയോഗിച്ച് മെഷിൻ്റെ അകത്ത് നിന്നും ഒരു പ്ലെയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എസ് അടിച്ച് പ്ലെയിനിനെ ഒന്ന് എന്ത് ചെയ്യാം, വലുതാക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് ഫീൽഡ്, വെയിറ്റ്, ഫോഴ്സ്, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ പാർട്ടിക്കിൾ എടുക്കാം. നിങ്ങൾക്കറിയാം, പാർട്ടിക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ചെയ്ത ഈ ഓപ്ഷനിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഞാൻ മൗസ് കൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഓപ്ഷനിൽ. ഓക്കെ, അതിൻ്റെ അകത്ത് പ്ലെയിൻ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ഒരു പുതിയ പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആ പ്ലസ് സിമ്പിൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ പാർട്ടിക്കിൾ താഴേക്ക് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഫീൽഡ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇതെന്താണ് താഴോട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാർട്ടിക്കിൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതിൽ നിന്നും നമുക്ക് ഫ്രെയിം, സ്റ്റാർട്ട് ഫ്രെയിം നമുക്ക് 1 നിന്നും എത്ര ഫ്രെയിം വരേക്കും വേണം. ഞാൻ പറയുന്നത് എനിക്ക് 250 ഫ്രെയിം ടൈം ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 250 ഫ്രെയിം വേണം. അതുപോലെ തന്നെ ലൈഫ് ടൈം എന്നുള്ളത് 50 മാറ്റിയിട്ട് 250 ഫ്രെയിം ആകാം. 250 ഫ്രെയിം നമുക്ക് ആ പാർട്ടിക്കിളിലെ ലൈഫ് ടൈം നമുക്ക് കാണണം. നമുക്ക് സ്റ്റാർട്ട് എന്ന് 0 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0th ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ട് 1 നിന്നും പാർട്ടിക്കിളിന്റെ എമിഷനും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും 0യിൽ നിന്നും ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തേൽ മുതൽ നമുക്ക് എന്താണ് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, 0 അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഒന്നാമത്തെ ഫ്രെയിം മുതൽ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ കണ്ടല്ലോ, നമുക്ക് പാർട്ടിക്കിൾ ഇപ്പം എന്താണ് താഴേക്കാണ് എമിറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് വേണം, ആ പാർട്ടിക്കിളിന്റെ ആ പ്രോപ്പർട്ടി, ആ ഗ്രാവിറ്റി, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഫീൽഡ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ഒരു പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്താണ് ഗ്രാവിറ്റിയുടെ പ്രോപ്പർട്ടീസും ഫോഴ്സും വെർട്ടെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു എല്ലാ മെനൂസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതടങ്ങിയ മെനൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി സെലക്ട് ചെയ്തിട്ട് ഞാൻ -1 കൊടുക്കുകയാണ്. -1 കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ താഴേക്ക് പോകുന്ന മെറ്റീരിയൽ എല്ലാം എന്താണ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ മെറ്റീരിയൽ പല പല ഫീൽഡുകൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാറ്റ് ഒരു ഭാഗത്തേക്ക് വീശുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കാറ്റ് ഒരു ദിശയിലേക്ക് നീക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മഴത്തുള്ളികൾ പോലെ നമുക്ക് എന്ത് ചെയ്യാം, മഴയുടെ തുള്ളികൾ ഒരു പ്രത്യേക ഏരിയയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഉദാഹരണത്തിന് ഇതൊരു മഴത്തുള്ളികളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ഫോഴ്സ് ഇവിടെ നിന്ന് ഒരു വിൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു വിൻഡാണ് ഇവിടെ നല്ല ഫോഴ്സിൽ വരുന്നത്. നമുക്കറിയാം ഇങ്ങോട്ടായിരിക്കും, ആ ഏരിയ ഓപ്പോസിറ്റ് ഏരിയക്കകത്തായിരിക്കും എന്താണ് അത് എമിറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ എൻ്റയർ കളക്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള എന്താണ് ഫീൽഡുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രോപ്പർട്ടി നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഡീഫോൾട്ടായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു വെർട്ടെക്സ് അപ്ലൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് തന്നെയാണ്. ഷിഫ്റ്റ് എ ഹോൾഡ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഫോഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ടാബ് വരും. അതിൻ്റെ അകത്ത് നിന്നും ആദ്യം നമുക്ക് വെർട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു ടാബ് നമുക്ക് എടുക്കാം. അതിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആരോ ടൂൾ എടുക്കാം. നമുക്ക് അതിനെ സ്വല്പം ആ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയെ മാത്രം നമുക്ക് അങ്ങ് സ്കെയിൽ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് സെലക്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാം. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ എമിറ്റ് ആവുന്നുണ്ടല്ലോ. നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ എമിറ്റ് ആവും. പക്ഷെ കണ്ടോ, ആ വെർട്ടെക്സും കൂടെ അതിൻ്റെ ഒപ്പം ആ വെർട്ടെക്സ് പ്രോപ്പർട്ടിയും കൂടെ ആ ഒരു പാർട്ടിക്കിളിന് അപ്ലൈ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സസ് വെച്ചിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ട്യൂക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, എസ് അടിച്ചിട്ട് സ്വല്പം കൂടെ ഇതിനൊന്ന് സ്കെയിൽ ചെയ്യാം. ഫൈൻ, സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് സ്വല്പം ഒന്ന് ടോപ്പിലേക്ക് നീക്കി നോക്കാം. ഓക്കെ, ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമുക്കിതിന് വർക്ക് ചെയ്യുന്നത്. ഫൈൻ, അപ്പോൾ നമുക്കിതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വെർട്ടെക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വെർട്ടെക്സിൻ്റെ
പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ ഫിസിക്സ് പ്രോപ്പർട്ടിയിലോട്ട് വരാം. ഇതിൻ്റെ അകത്താണ് ഫിസിക്സ് പ്രോപ്പർട്ടി. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിലോട്ട് വരും. നമുക്കൊരു കാര്യം ചെയ്യാം. ആ സെറ്റിംഗ്സിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ടോ, ടൈപ്പിൻ്റെ അകത്ത് വോർട്ടെക്സ് ആണ് ഇരിക്കുന്നത്. കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രെങ്ത് ഉണ്ട്. സ്ട്രെങ്ത് ഒക്കെ നമുക്കൊന്ന് ട്വീക്ക് ചെയ്യാം. 10% നമുക്ക് സ്ട്രെങ്ത് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, റീഫ്രഷ് ചെയ്തിട്ട്. ഇപ്പം നോക്കിയേ, കണ്ടോ, ഇപ്പം നമുക്ക് ആ ഒരു വേഗത്തിലാണ് ഇപ്പോൾ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, 10% അല്ലെങ്കിൽ 10 വാല്യൂ എനിക്ക് തോന്നുന്നു കുറച്ച് അധികമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കുറയ്ക്കാം. 5 ആണെന്നുണ്ടെങ്കിൽ 5 ആക്കിയിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, റീട്യൂൺ ചെയ്യുക. ഓരോ ഷോട്ടിന് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ റീട്യൂൺ ചെയ്ത് പോകണം. അതായത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ വോർട്ടെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അത് മാത്രമല്ല, ആ ഫോഴ്സ് ഫീൽഡിൻ്റെ അകത്ത് വോർട്ടെക്സ് എന്നൊരു സംഭവം മാത്രമല്ല, നമുക്ക് പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫിസിക്സ് റിലേറ്റീവിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെങ്ത് ആണ് നമ്മളിപ്പോൾ റീട്യൂക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഫ്ലോ എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് 1.6 കൊടുത്താലോ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 1 കൊടുത്തും നമുക്ക് നോക്കാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഇൻഫ്ലോ അവിടെ നിന്ന് കൂടുതൽ ഏരിയയിൽ നിന്നും ഡ്രാഗ് ആയിട്ട് വന്ന ആ ഒരു ഏരിയയ്ക്ക് അകത്തൂടെ പോകുന്ന ഒരു ഫീലാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂ അനുസൃതമായിട്ടാണ്. വാല്യൂ 0 ആക്കിയെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ കണ്ട ആ പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും അത് വരുന്നത്. കണ്ടോ, ആ ഒരു ഇപ്പം നമുക്ക് ഇൻഫ്ലോ നമുക്ക് 2 ആക്കി കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടായിരിക്കും ആ ഒരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇതിലേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാല്യൂ 1.5 അതിൽ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോഴ്സ്, ഫിസിക്സിൻ്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഫിസിക്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്കൊന്ന് പോവാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഷിഫ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഫോഴ്സ് ഫീൽഡിൻ്റെ അകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഫോഴ്സ്. ആ ഫോഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതൊരു ഫോഴ്സ് പരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഒന്ന് വെച്ച് നോക്കാം. നമുക്കത് കറക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇല്ല, അത് നമ്മൾ സ്റ്റില്ലായിട്ട് ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് ആ പ്രോപ്പർട്ടി അതിൻ്റെ ടോപ്പിൽ ഇരുന്നോട്ടെ, ഫോഴ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴും പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഇത് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2 ഫീൽഡിൻ്റെ അകത്തുണ്ട്. ഏത് ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താക്കാം, നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഈ ഈ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് വരുന്നത്, ആ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വരുന്നത്. ഇത് പോയിന്റ്, ലൈന്, പ്ലെയിൻ, അതൊന്നും ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു വാല്യൂവിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രെങ്ത് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ആണ്. ഞാൻ ഇതിനൊന്ന് 10 ആക്കി നോക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താവും, ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രം നിന്ന് ആ ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കതിനെ ഒന്ന് 20 ആക്കി നോക്കിയാലോ. ആ ഒരു പർട്ടിക്കുലർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം ആ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഫീൽഡിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 ആക്കി നോക്കാം. ഇപ്പം എന്ത് പറ്റുമെന്ന് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾ റീട്യൂക്ക് ചെയ്യുക, മാക്സിമം സംഭവങ്ങൾ റീട്യൂക്ക് ഉണ്ട്. അത് അടിയിലേക്ക് പോവുകയാണ്. ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട്, ആ ഫോഴ്സ് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അത് താഴേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ സ്ട്രെങ്ത് 1 ആക്കാം. 1 ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിൾ അതിൽ നിന്ന് എമിറ്റായി നേരെ വന്നു ആ ഒരു ഫോഴ്സ് വഴി സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് കൂടിയാലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഫ്ലോ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലോ എന്ന് പറഞ്ഞാൽ 2 ഫ്ലോ ആക്കിയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കൂടുന്തോറും അതിൻ്റെ ഒരു സ്പീഡ് കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഴയ ആ പ്രോപ്പർട്ടിയിലോട്ട് തന്നെ പോവാം. നമുക്ക് സ്ട്രെങ്ത് നമുക്ക് 1, ഇത് എത്രയാണ്, ഫ്ലോ നമുക്ക് 0 തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഫിസിക്സിലെ പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് ഒന്നും കൂടെ പോകാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി ഫിസിക്സ് പ്രോപ്പർട്ടിയിലോട്ട് ഒന്ന് വരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഫോഴ്സിൻ്റെ ഫീൽഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ഫോഴ്സിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ബേസിക്കലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിട്ടുള്ള ഫ്ലോ നമുക്കൊരു 10 കൊടുത്ത് നോക്കാം. ഇപ്പം എന്ത് പറ്റും നോക്കാം. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ നിന്ന് വന്നു
ആ ഫ്ലോ കൂടുന്തോറും എന്താണ് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ മോഷൻ അല്ലെങ്കിൽ ചലനം വളരെ കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലോ കൂടുന്തോറും അല്ലെങ്കിൽ ഫ്ലോ 0 ആവും തോറും നമുക്ക് എന്താണ് ആ ഒരു ഫ്ലോ നമുക്ക് ഈസി ആയിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വിൻഡ് കൊടുത്ത് നോക്കാം. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിനെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെ ഈ ഫോഴ്സിനെ ഈ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് വേറെ രീതിയിലുള്ള അവിടെ ആ ഫോഴ്സ് കൂടിയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്ട്രെങ്ത് സ്വല്പം ഒന്ന് കൂട്ടിയാലോ ഇങ്ങനെ. ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, ജസ്റ്റ് പ്ലേ ചെയ്യുക. ആ രീതിയിലുള്ള എന്താണ് ആ ഒരു ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോൾ ഓഫ് ഉണ്ട്. ഫോൾ ഓഫ്, ഓക്കെ, ഫോൾ ഓഫിൻ്റെ അകത്ത് നമുക്ക് പവർ ഉണ്ട്. ഫോൾ ഓഫിൻ്റെ അകത്ത് ആ പവർ നമുക്കൊന്ന് കൂട്ടി നോക്കാം, 1 ആക്കി നോക്കാം ഫോൾ ഓഫിൻ്റെ പവർ. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഇരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ പവർ കൂടിയിട്ട് അത് മുകളിലോട്ട് എമിറ്റ് ആവുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് പവർ മാക്സിമം ഒന്ന് കൂട്ടി നോക്കാം, ഒരു 10% ആക്കി നോക്കാം. ഇപ്പോൾ എന്ത് പറ്റി? ആ ഏരിയക്കകത്തും പവർ കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് തൊട്ട് മുകളിൽ വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഏറ്റവും ഇത് കഴിഞ്ഞിട്ട്, അതായത് ആദ്യമാണ് വെച്ചത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി എമിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് അത് കയറി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആ ഫോൾ ഓഫ് ഏത് ഡയറക്ഷനിൽ വേണമെന്നുള്ള, ബോത്ത് എക്സ് ആണോ എക്സ് പ്ലസ് ആണോ, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ആ ഫോൾ ഓഫ് വേണ്ടതെന്നുള്ള കാര്യമാണ് നമുക്കത് അവർ നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റീട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നമുക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ബ്ലെൻഡർ വിഷ്വൽ എഫക്ട്സ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.